ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന വലിയൊരു രാജാവിനെപ്പോലെയാണ് രാജുവിന്റെ ജീവിതം. പക്ഷേ അപ്പോഴാണ് ഒരു വേലക്കാരി വന്ന് എപ്പോഴാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടാണ് രാജു ഞെട്ടിയുണരുന്നത്. അതോടെയാണ് മനസ്സിലായത് അതൊക്കെ വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന്. രാജു ഒരു വലിയ രാജകുടുംബത്തിലെ അംഗമാണ്. പക്ഷേ പണമൊക്കെ രാജുവിന്റെ മുത്തശ്ശൻ പെണ്ണുങ്ങൾക്ക് കൊടുത്തു തീർത്തതിനാൽ ഇപ്പോൾ കയ്യിൽ ഒരു പൈസ പോലുമില്ല. എന്നിട്ടും നാട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും എല്ലാവരും സഹായം ചോദിക്കുന്നത് രാജുവിനോടാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന സത്യം നാട്ടിൽ ആർക്കും അറിയില്ല. അങ്ങനെയിരിക്കെയാണ് രാജുവിന്റെ കുടുംബത്തിലെ ഒരു പയ്യന്റെ കല്യാണം വരുന്നത്. പണ്ട് മദ്യപിച്ച് നടുറോഡിൽ കിടന്നുറങ്ങാറുള്ള ആ പയ്യന്റെ കല്യാണം അത്ര വലിയ ഗംഭീരമൊന്നുമായിരിക്കില്ല എന്ന് രാജു കൂട്ടുകാരോട് തള്ളുന്നുണ്ട്. ഗമയ്ക്ക് വേണ്ടി ഒരു വാടക കാറും വിളിച്ചാണ് രാജു കല്യാണത്തിന് പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ രാജു ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വലിയ പണക്കാരന്റേതുപോലുള്ള വമ്പൻ കല്യാണം, നിരനിരയായി VIP കാറുകൾ. അത് കണ്ടപ്പോൾ തന്നെ രാജുവിന്റെ കിളിപോയി. രാജുവിനെ കണ്ടപ്പോൾ സ്റ്റേജിൽ നിന്ന് ആ പയ്യൻ ഇറങ്ങിവന്നു. വരുന്നത് തന്നോട് സംസാരിക്കാനാണെന്ന് രാജു കരുതിയെങ്കിലും അവൻ രാജുവിനെ പുച്ഛിച്ച് തള്ളിമാറ്റിയിട്ട് പുറകിലുള്ള തന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പോകുന്നു. രാജുവിന് അത് വലിയൊരു നാണക്കേടായി. പോട്ടെ, ഭക്ഷണമെങ്കിലും കഴിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ പയ്യന്റെ അമ്മ വന്ന് രാജുവിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഇവിടെ പണക്കാർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ, പിച്ചക്കാർക്ക് കൊടുക്കാറില്ല. ഇത് കേട്ടതും ആകെ ദേഷ്യം വന്ന രാജു, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ പണക്കാരിയെ ഞാൻ കിട്ടും എന്ന് പറഞ്ഞ് ഫുൾ ആറ്റിറ്റ്യൂഡിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു.